ലോക വ്യാപാര രംഗത്ത് വീണ്ടും പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പുതിയ തീരുവകൾ ചുമത്താനൊരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വശത്ത് പുതിയ വ്യാപാര അന്വേഷണങ്ങളുടെ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ യുദ്ധവും വർദ്ധിച്ചു വരുന്ന കടബാധ്യതയും ട്രംപ് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്ത്യക്കെതിരായ വ്യാപാര നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കർശനമായ നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ മുമ്പ് ചുമത്തിയ അധിക തീരുവ അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഈ തിരിച്ചടിയെ മറികടക്കാൻ മറ്റൊരു മാർഗത്തിലൂടെ നികുതി അടിച്ചേൽപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 പ്രകാരം പുതിയ വ്യാപാര അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഫെബ്രുവരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരം 100 കണക്കിന് ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഇത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ താരിഫുകൾ ആലോചിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ 10ഓളം രാജ്യങ്ങളിലെ ഉൽപാദന വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട് അമേരിക്ക. പുതിയ നികുതികളിലൂടെ പണം കണ്ടെത്താൻ ട്രംപ് നെട്ടോട്ടമോടുമ്പോൾ അമേരിക്കയുടെ ഖജനാവ് ചോരുന്നത് യുദ്ധമുഖത്തേക്കാണ്. ഇറാനെതിരായ ആക്രമണം അമേരിക്കയ്ക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ വരുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. സംഘർഷം 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തന്നെ യുദ്ധോപകരണങ്ങൾക്കായി ബില്യൺ കണക്കിന് ഡോളർ ചെലവായതായി CBO റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മുതൽ 5 മാസത്തിനുള്ളിൽ മാത്രം അമേരിക്ക കടമെടുത്തത് $1 ട്രില്യൺ. ട്രംപിന്റെ ആക്രമണോത്സുകമായ വിദേശ നയങ്ങളും സൈനിക നീക്കങ്ങളും രാജ്യത്തിന്റെ ഫെഡറൽ കമ്മി റെക്കോർഡ് തലത്തിലേക്ക് കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ തന്റെ സാമ്പത്തിക പരാജയങ്ങൾ മറച്ചുവെക്കാനും യുദ്ധം സൃഷ്ടിച്ച വലിയ ബാധ്യതകൾ നികത്താനും ട്രംപ് ഭരണകൂടം കണ്ടെത്തിയ എളുപ്പവഴിയാണ് ഈ പുതിയ താരിഫുകൾ. സ്വന്തം രാജ്യത്തെ കടക്കെണിയിലാക്കിക്കൊണ്ട് ട്രംപ് നടത്തുന്ന ഈ പരീക്ഷണങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.